GOC കോഴ്സിന്റെ ആദ്യത്തെ സെമിനാറിലേക്ക് ആണ് നമ്മൾ അടുത്തു വരുന്നത്. എല്ലാവരെയും പ്രത്യേകിച്ച് അനുമോദിക്കുന്നു. പ്രത്യേകിച്ച് ഈ പഠനം അതിന്റെ തുടക്കം എന്ന നിലയിൽ പുതിയ ഒരു പഠന പദ്ധതിയിലേക്ക് പ്രവേശിച്ചതിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും പ്രത്യേകമായിട്ട് നേരുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്ന സെമിനാർ എന്ന് പറയുന്നത് അവൻ തിരുമേനി പറഞ്ഞതുപോലെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പൗരസ്ത്യ ക്രൈസ്തവ ദർശനം എന്നുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് ആമുഖമായിട്ട് പറയുമ്പോൾ 4 യൂണിറ്റുകളും 24 പാഠങ്ങളും ഉള്ള ഒരു പുസ്തകമാണ് പൗരസ്ത്യ ക്രൈസ്തവ ദർശനം എന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ യൂണിറ്റുകളിൽ സഭയുടെ അടിസ്ഥാന വിശ്വാസത്തെ സംബന്ധിച്ചുള്ള പ്രധാനമായ പഠിപ്പിക്കലുകൾ കാണുവാനായിട്ട് കഴിയും. തുടർന്ന് 4-ാം യൂണിറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നീസായിലെ മാർ ഗ്രിഗോറിയോസിന്റെ ദർശനങ്ങളുടെ ഒരു സമഗ്രമായ പഠനം ആ യൂണിറ്റിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് നമ്മൾ ഓരോ യൂണിറ്റുകളിലെയും അതിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് പോവുകയാണ്. എല്ലാ അധ്യായങ്ങളെയും സംബന്ധിച്ച് കൂടുതൽ വിശദീകരണത്തിനുള്ള സമയം ഉണ്ട് എന്ന് തോന്നുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ ഞാൻ പറയുമ്പോൾ സംശയങ്ങളായിട്ട് ഉണ്ടെങ്കിൽ അത് അപ്പോൾ ചോദിച്ചാൽ അതിന് ഉള്ള ഉത്തരം പറയുവാനായിട്ട് ശ്രമിക്കുന്നതുമാണ് എന്നത് അറിയിക്കുന്നു. ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പൗരസ്ത്യ സഭാ ജീവിതം എന്ന് പറയുന്നതായ യൂണിറ്റ് ആണ്. അതിന് 6 അധ്യായങ്ങളിൽ ഒന്നാമത് ഓർത്തഡോക്സ് സഭകളെ കുറിച്ചുള്ള ഒരു പഠനമുണ്ട്. രണ്ടാമതായിട്ട് ഉള്ളത് വിശുദ്ധ വേദപുസ്തകത്തെ സംബന്ധിച്ച്, മൂന്നാമതായി സഭയുടെ കൂദാശകളെ സംബന്ധിച്ച്, ക്രിസ്തീയ ആരാധനയെ സംബന്ധിച്ച്, പിന്നീട് സന്യാസ ജീവിതത്തെ പൗരസ്ത്യ ക്രിസ്തീയ ആരാധനാക്രമങ്ങളെ സംബന്ധിച്ചൊരു പഠനമുണ്ട്. തുടർന്ന് സന്യാസ ജീവിതം. അങ്ങനെയാണ് ആദ്യത്തെ യൂണിറ്റിന്റെ അതിനകത്ത് അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. അതിൽ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ചാണ്. അതിൽ പ്രത്യേകിച്ച് തിരുമേനി പറയുന്നത് സഭയുടെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വർഗീകരണം അവിടെ കാണുവാനായിട്ട് കഴിയും. അതായത് 3 പ്രധാനപ്പെട്ട സഭാവിഭാഗങ്ങൾ ഉണ്ട് എന്നാണ് തിരുമേനി പറയുന്നത്. ഒന്നാമത്തേത് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ് എന്ന് പറയും. നമ്മൾ ഉൾക്കൊള്ളുന്നതായ സഭകളുടെ ഒരു യൂണിറ്റ് ആണ് ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ് എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തെ സഭ എന്ന് പറയുന്നത് ഈജിപ്തായ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നതായ സഭയാണ്. അതിന്റെ അധ്യക്ഷനായിരിക്കുന്നത് തെദ്രോവോസ് രണ്ടാമൻ പാത്രിക്കീസ് ആണ്. ഹെയ്റോയാണ് ആ സ്ഥാനം എന്ന് അതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തേത് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചാണ്. മൂന്നാമത്തേത് അർമീനിയൻ ഓർത്തഡോക്സ് ചർച്ച്, ഭാരതത്തിലെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ, അടുത്തതായിട്ട് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ, ആറാമതായി എറിത്തൻ ഓർത്തഡോക്സ് സഭ. അങ്ങനെ 6 സഭകൾ ഉൾക്കൊള്ളുന്നതായ ഒരു സഭാവിഭാഗമാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ആണ് കൽക്കദോനിയ സുന്നകദോസിനെ അംഗീകരിക്കുന്നതായ ഓർത്തഡോക്സ് കുടുംബത്തിൽപ്പെടുന്നതായ സഭകൾ. അതിനെ നമ്മൾ ബൈസന്റിയൻ സഭകൾ എന്ന് പറയും, അല്ലെങ്കിൽ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ എന്നും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ സഭകളുടെ വിഭജനം എന്ന് പറയുന്നത് കൽക്കദോനിയ സുന്നകദോസ് ആണ് അതിലെ പ്രധാനപ്പെട്ട. നമുക്കറിയാം കൽക്കദോനിയ സുന്നകദോസിൽ കർത്താവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായി എന്ന്. ആ തർക്കത്തിലാണ് ഇങ്ങനെയൊരു വിഭജനം ആദ്യമായിട്ട് സഭാഗാത്രത്തിൽ ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തേത് കൽക്കദോനിയ എതിര അല്ലെങ്കിൽ നോൺ കാൽസഡോണിയൻ ചർച്ചസ് എന്ന് പറയുന്നതാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച്. എന്നാൽ കൽക്കദോനിയ സുന്നകദോസിനെ അംഗീകരിക്കുന്ന സഭകളാണ് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ. അതിനെ ബൈസന്റിയൻ സഭകൾ എന്നും അല്ലെങ്കിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ് എന്നും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഒന്നാമത്തേത് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്, റുമേനിയൻ ഓർത്തഡോക്സ് ചർച്ച്, ഗ്രീസിലെ ഓർത്തഡോക്സ് ചർച്ച്, ബൾഗേറിയൻ ഓർത്തഡോക്സ് ചർച്ച്, അങ്ങനെ ഉള്ളതായ സഭാ വിഭാഗങ്ങളെയാണ് ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത്.
ഇതിൽ ഇത് കൂടാതെ തന്നെ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഇത് കൂടാതെയുള്ള മൂന്നാമത്തെ വിഭാഗമാണ്. അങ്ങനെ ഈ സഭകളുടെ ഒരു വിഭജനത്തെ സംബന്ധിച്ചാണ് ആദ്യമായി അതിനകത്ത് പറയുന്നത്. തുടർന്ന് അതിനകത്ത് ഉള്ള സൂചന എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭയുടെ സ്വഭാവ വിശേഷങ്ങൾ എന്താണ്, അതിന്റെ ഡിസ്റ്റിങ്റ്റീവ് ക്വാളിറ്റി എന്താണ് എന്നാണ് അതിനകത്ത് പറയുന്നത്. അതിൽ ഒന്നാമതായി എല്ലാ ഓർത്തഡോക്സ് സഭകൾക്കും ദേശീയമായും വർഗീയമായും ഉള്ള സങ്കുചിത സമൂഹങ്ങളായി നിലകൊള്ളുന്നു എന്ന് തിരുമേനി അതിൽ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തും. കാരണം എല്ലാ സഭകളും അതാതു ദേശത്തെ സംസ്കാരവും അതാതു ദേശത്തെ പൊതുവായ കാര്യങ്ങളെ അല്ലെങ്കിൽ പൊതുവായ ചിന്താധാരകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ ഓർത്തഡോക്സ് സഭകളും വളരുന്നത്. നമുക്കറിയാം, മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കാണെങ്കിലും ഭാരതത്തിൻ്റെതായ പശ്ചാത്തലത്തിൽ വളർന്നു വന്നു എന്ന് നമുക്ക് തന്നെ അറിയാവുന്നുള്ളൂ. അതുപോലെ എല്ലാ ഓർത്തഡോക്സ് സഭകൾക്കും അതാത് ദേശത്തിന്റെ മണവും അതാത് ദേശത്തിന്റെ സ്വഭാവ വിശേഷങ്ങളും ഉണ്ട് എന്ന് അതിന്റെ ഡിസ്റ്റിങ്റ്റീവ് ക്വാളിറ്റി ആയിട്ട് പറയുവാനായിട്ട് കഴിയും. വീണ്ടും ക്രിസ്തുവുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സഭ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഭ ക്രിസ്തുവിന്റെ ഗാത്രം ആണ് എന്ന് നമുക്കറിയാം. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ഓർമ്മപ്പെടുത്തലിൽ സഭയ്ക്ക് 3 ഇമേജറീസ് അദ്ദേഹം അല്ലെങ്കിൽ 3 പ്രതീകമായ അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന്, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, സഭ ക്രിസ്തുവിന്റെ മന്ദിരമാണ്. അങ്ങനെ 3 പ്രത്യേകതകൾ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ നൽകുന്നുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഓർത്തഡോക്സ് സഭയുടെ സത്ത എന്ന് പറയുന്നത്. ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ആണ് സഭയുടെ അന്തസത്ത എന്നത് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ്. അത് വളരെ വ്യക്തമായിട്ട് ഓരോ വേദപുസ്തകത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചില സംശയങ്ങൾക്ക് നൽകുന്ന ഉത്തരമായിട്ട്, അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് അതിനകത്ത് നൽകുന്നത്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന വിധത്തിലാണ് അതിലെ എഴുത്ത് എന്ന് പറയുന്നത്. വേദപുസ്തകം ആദ്യത്തെ ചോദ്യം, വേദപുസ്തകം ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിനെല്ലാം തിരുമേനി വ്യക്തമായ ഉത്തരങ്ങൾ നൽകുന്നു. അതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിൻ്റെതായ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുപോലെ എങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ വേദപുസ്തകം രൂപം കൊണ്ടത് എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരവും അവിടെ നൽകുന്നുണ്ട്. അത് ആ പുസ്തകങ്ങളുടെ ലിസ്റ്റിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായിട്ട് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അധ്യായം നമുക്ക് വളരെ വ്യക്തമായി വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന വിധത്തിലാണ് അത് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തേത്, വിശുദ്ധ സഭയുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ കൂദാശ എന്ന ആ വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് അധ്യായത്തിൽ ആദ്യം പറയുന്നത്. കൂദാശ എന്ന ആ മലയാള വാക്കിന്റെ അർത്ഥം ശുദ്ധീകരണം എന്ന് ആണ് അതിന്റെ അർത്ഥം. എന്നാൽ അതിന് ലത്തീനിലെ സാക്രമെന്റം എന്ന പദത്തിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിൽ സാക്രമെന്റ് എന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആദ്യത്തെ ആമുഖത്തിൽ അതിന് കൂദാശകൾക്ക് ചില നിർവചനങ്ങൾ അവിടെ നൽകുന്നുണ്ട്. അതിൽ പല പാരമ്പര്യങ്ങളും, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക സഭയിലെ ഒരു കൂദാശകളെ സംബന്ധിച്ചുള്ള ഒരു നിർവചനം അവിടെ പറയുന്നുണ്ട്. മനുഷ്യരെ വിശുദ്ധീകരിക്കുന്ന ഒരു ദിവ്യ യാഥാർത്ഥ്യത്തിന്റെ പ്രത്യക്ഷ അടയാളങ്ങളാണ് കൂദാശകൾ എന്ന് സെന്റ് വിക്ടറിലെ ഹൂഗോയുടെ ഒരു നിർവചനം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അദൃശ്യമായ ദൈവകൃപകളുടെ ദൃശ്യമായ അനുഷ്ഠാനങ്ങളാണ് കൂദാശകൾ എന്ന് മറ്റൊരു നിർവചനം അവിടെ നൽകുന്നുണ്ട്. അങ്ങനെ ഈ കൂദാശകളെ സംബന്ധിച്ചുള്ള ഒരു ആമുഖം അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ പാരമ്പര്യത്തിൽ കൂദാശകൾ എന്ന വാക്കിനേക്കാൾ നമ്മൾ കൂടുതലായി അർത്ഥം വെക്കുന്നത് രഹസ്യം എന്ന വാക്കിനാണ്. മിസ്റ്റീരിയോൺ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് മിസ്റ്ററി എന്ന വാക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് കൂദാശകൾ എന്നതിനേക്കാൾ അപ്പുറമായി രഹസ്യം എന്നതാണ് നമ്മളുടെ പാരമ്പര്യത്തിൽ അതിന് ഉപയോഗിക്കുന്നതായ വാക്ക്. എന്താണ് രഹസ്യം എന്ന് പറഞ്ഞാൽ? രഹസ്യം എന്ന് പറഞ്ഞാൽ അതിന് പൊതുവായ ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് അഗോചരമായ എന്തോ ഒന്ന്, അതാണ് രഹസ്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഈ കൂദാശകളുടെ ദൈവശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും അത് മനുഷ്യബുദ്ധിക്ക്
ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിവുള്ളതല്ല എന്ന ഒരു നിർവചനമാണ് നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ പ്രത്യേകമായിട്ട് ഉൾക്കൊള്ളുന്നത്. രഹസ്യം എന്നതിന് സുറിയാനി പദം റോസോ എന്നാണ്. റോസോയിൽ നിന്നാണ് റാസ എന്നതും രഹസ്യം എന്ന് തന്നെയാണ് നമ്മൾ അതിനെ അർത്ഥമാക്കുന്നത്. ഈ റോസോ പറഞ്ഞാൽ എല്ലാ കൂദാശകളെയും പൊതുവായി സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് രഹസ്യം അല്ലെങ്കിൽ റാസ എന്നതുള്ളായ വാക്ക്. ഇനിയും കൂദാശകളുടെ എണ്ണത്തെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ അവിടെ പറയുന്നുണ്ട്. കൂദാശകൾ എത്ര എണ്ണ, അതിന് ആദ്യ കാലഘട്ടത്തിൽ കൂദാശകളുടെ എണ്ണത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എന്നാല് ട്രെൻഡ് സുന്നകദോസ് 1545 കൂടിയ ട്രെൻഡ് സുന്നകദോസ്, കത്തോലിക്ക സഭയിൽ കൂടിയ സുന്നകദോസ് ആണ്. അതാണ് കൂദാശകൾ 7 എന്ന രീതിയിൽ പ്രത്യേകമായിട്ട് എണ്ണം നിജപ്പെടുത്തുന്നത്. ആ 7 കൂദാശകൾ എന്ന ആ അർത്ഥതലത്തിൽ കൂദാശകൾ 7 എന്ന് നമ്മളൊരു പഠന വിധേയമായിട്ട് 7 എന്ന് പറയുന്നുവെങ്കിലും കൂദാശകളുടെ എണ്ണത്തെ സംബന്ധിച്ച് ഒരു ക്രമപ്പെടുത്തൽ നമ്മുടെ പാരമ്പര്യത്തിൽ, നമ്മള് സൺഡേ സ്കൂളിലൊക്കെ 7 എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും കൂദാശകൾ എല്ലാം ശുദ്ധീകരണത്തിന് അനുയോജ്യമായതുകൊണ്ട് കൂദാശകളുടെ എണ്ണം അത് എത്രയെന്ന് നിജപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ പാരമ്പര്യം പ്രത്യേകിച്ച് അനുവദിക്കുന്നില്ല. എന്നാൽ ഒരു പെഡഗോഗിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നമ്മളൊരു പഠന വിധേയമായി 7 കൂദാശകൾ എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇനി കൂദാശകളുടെ സാധുതയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനുസരിച്ച് 2 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഒരു കൂദാശകൾ വാലിഡ് ആകുകയുള്ളൂ. ഒന്ന് മാറ്റർ ആൻഡ് ഫോം, അതായത് വസ്തുവും രൂപവും. അതായത് ഒരു സ്നാനം മാമോദിസ എടുത്തു കഴിഞ്ഞാൽ അതിൽ ജലമുണ്ട്, അതിന്റെ ഒരു ക്രമമുണ്ട്. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാലാണ് കൂദാശ എന്നത് റോമൻ കത്തോലിക്ക പാരമ്പര്യത്തിൽ പറയുന്നത്. എന്നാൽ ഈ വസ്തുവിനും രൂപത്തിനും പുറമെ അത് അനുഷ്ഠിക്കുവാനുള്ള പുരോഹിതന്റെ ഇന്റൻഷൻ കൂടെ, ഉദ്ദേശം കൂടെ ചേരുമ്പോഴാണ് അത് കൂദാശ എന്ന രീതിയിൽ സാധുവായിട്ട് മാറുകയുള്ളൂ. എന്നാൽ അങ്ങനെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർവചനം നമ്മുടെ രീതിയിൽ അത് അങ്ങനെയില്ല. ഈ കൂദാശ എന്നത് പൗരസ്ത്യ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ സഭയാകുന്ന സമൂഹത്തിൽ കൂടെ ക്രിസ്തുവാകുന്ന മഹാപുരോഹിതനും ക്രിസ്തുവിന്റെ ശരീരാംഗങ്ങളായ വിശ്വാസികളും ഒരുമിച്ച് അനുഷ്ഠിക്കുന്ന കർമ്മമായിട്ടാണ് വിശുദ്ധ കൂദാശകളെ നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂദാശകളുടെ കാർമ്മികൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അവിടെ ദൃശ്യമായ കാർമ്മികൻ പുരോഹിതനാണെങ്കിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്ന അനുഷ്ഠാനങ്ങളും ആരാധനയുമാണ് കൂദാശ എന്ന് ഒരു അർത്ഥം പ്രത്യേകിച്ച് നമ്മൾ നൽകുന്നുണ്ട്. വീണ്ടും ഈ കൂദാശകൾക്ക് അതിന്റെ പ്രതീകമായ അർത്ഥത്തെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ അവിടെ പറയുന്നുണ്ട്. എല്ലാ പ്രതീകങ്ങളിലൂടെ വലിയ ആഴമായ അർത്ഥത്തെ പങ്കുവെക്കുവാൻ തക്കവണ്ണം കൂദാശകൾക്ക് സാധ്യമാകുന്നു എന്നത് കൂദാശകളുടെ മറ്റൊരു സവിശേഷതയായിട്ട് തിരുമേനി അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അടുത്തതായിട്ട് 4-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ക്രിസ്തീയ ആരാധനയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിന് ക്രിസ്തീയ ആരാധന അധ്യായം ആദ്യത്തേത് ആരാധന പഴയ നിയമസഭയിൽ ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുന്നു. പുതിയ നിയമസഭയിലെ ആരാധനയെ സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുന്നു. ആദിമസഭയുടെ ആരാധനാ രൂപത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിന്റെ ക്രമാനുഗതമായ ഒരു വളർച്ചയെ സംബന്ധിച്ചും അതിന്റെ ഒരു നവീകരണത്തിന് ശേഷമുള്ള ആരാധനയുടെ ഒരു പ്രകടമായ വ്യത്യാസത്തെ സംബന്ധിച്ചുള്ള പാഠം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ളതായ പഠനമാണ് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, എല്ലാ പഴയ നിയമ സഭയിൽ ആരാധന ഉണ്ടായിരുന്നു നമുക്കറിയാം. നമുക്ക് ആദ്യത്തെ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ളതായ പുസ്തകങ്ങളിൽ, പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്നതായ പുസ്തകങ്ങളിൽ പ്രത്യേകിച്ച് പഴയ നിയമ ആരാധനയുടെ ഭാവവും രൂപവും ഒക്കെ കാണുവാനായിട്ട് കഴിയും. അവിടെ പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ആരാധനയുടെ പ്രധാനപ്പെട്ട രൂപം എന്ന് പറയുന്നത് അത് കർമാനുഷ്ഠാനങ്ങളിൽ ക്രമീകൃതമായിരുന്നു. കർമ്മങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഓരോ ബലിയെ സംബന്ധിച്ച് ആടിനെ ബലി അർപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും ഒക്കെ കാണുവാനായിട്ട് കഴിയും. തീർച്ചയായും
അത് ഒരു അനുഷ്ഠാനമായിട്ടാണ് അന്നത്തെ ആരാധന പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടെയുള്ളൂ. പഴയ നിയമ ആരാധനയിൽ അത് വ്യക്തിപരമായ ദൈവാരാധനയുടെ ഒരു ഭാവം ഉണ്ടായിരുന്നു. അതൊരു കമ്മ്യൂണിറ്റി വർഷിപ്പ് ആയിരുന്നു. ഒരു സമൂഹത്തിന്റെ ആരാധന രീതിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന് ഒരു കമ്മ്യൂണിറ്റി ലെവൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യപരമായ തലം അതിനുണ്ടായിരുന്നു. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസികൾ എല്ലാവരും ഒറ്റക്കെട്ടായി അവരുടെ സ്വത്തുക്കളെല്ലാം പൊതുവകയായി എണ്ണി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. തീർച്ചയായും അത് എന്ന് പറയുന്നത് ഒരു സാമൂഹ്യപരമായ ഒരു അടിസ്ഥാനം പുതിയ നിയമ ആരാധനയിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് അപ്പോസ്തല പ്രവർത്തികളിലെ ആരാധനാ രീതി നമ്മൾ പഠിക്കുമ്പോൾ അപ്പം മുറിക്കലുണ്ടായിരുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, ഭൗതിക ആവശ്യങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും വസ്തു അല്ലെങ്കിൽ സ്വത്തുക്കൾ മൂലം ഉണ്ടാകുന്ന ഭാരങ്ങളിൽ നിന്നൊക്കെ വിമുക്തമായ ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ആനന്ദമായിട്ടാണ് ഈ പുതിയ നിയമത്തിലെ സഭയുടെ ആരാധന കാണുവാനായിട്ട് കഴിയുന്നത്. ഇനിയും ആദിമസഭയിലേക്ക് കടന്നു വരുമ്പോൾ ആദിമസഭയുടെ ആരാധന അതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ യഹൂദന്മാരുടെ ആരാധനാ രീതി അവരുടേത് ശനിയാഴ്ച ആയിരുന്നു. ശാബത്തിന്റെ ആചരണം അവർക്ക് പ്രധാനമായിരുന്നു. എന്നാൽ ആദിമസഭയുടെ ആരാധന ശനിയാഴ്ചയിൽ നിന്ന് ക്രമാനുഗതമായി ഞായറാഴ്ചയിലേക്ക് മാറി. ഞായറാഴ്ചയിലേക്ക് മാറുവാനുള്ള പ്രധാനപ്പെട്ട കാരണം കർത്താവിന്റെ ഉയർപ്പാണ്. കർത്താവിന്റെ ഉയർപ്പ് ദിനം ആദിമസഭയുടെ ആരാധനാ ദിനമായിട്ട് മാറുകയാണ്. അത് പ്രകടമായ ഒരു വ്യത്യാസം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദിമസഭയിൽ സിനഗോഗുകളിൽ ഉണ്ടായിരുന്ന സങ്കീർത്തനങ്ങളുടെ ആലാപനം ഉണ്ടായിരുന്നു, ന്യായപ്രമാണങ്ങളുടെ വ്യാഖ്യാനം ഉണ്ടായിരുന്നു, വായനയുണ്ടായിരുന്നു. അതേപോലെ അപ്പം മുറിക്കൽ എന്ന് പറയുന്നതായ കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ ആചരണം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആദിമസഭയുടെ ആരാധന രീതിയിൽ ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് ആദിമസഭയുടെ ആരാധനാ രീതി രണ്ടായിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, വചന ശുശ്രൂഷ. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ലിറ്റർജി ഓഫ് വേർഡ്, അതായത് വചന ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതായത് ജസ്റ്റിൻ മാർട്ടിയർ എന്ന് പറയുന്ന ആദിമസഭയുടെ ഒരു പിതാവിന്റെ എഴുത്തിൽ ഇപ്രകാരം കാണുന്നു: ഞായറാഴ്ച, അതായത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം, സൂര്യൻ ഉദിക്കും മുമ്പേ ക്രിസ്ത്യാനികൾ ഒരു വീട്ടിലോ സൗകര്യമുള്ള മറ്റു സ്ഥലങ്ങളിലോ ഒരുമിച്ച് കൂടും. ഒരഭിവാദത്തിന്, നിങ്ങൾക്ക് സമാധാനം എന്ന അഭിവാദനത്തിന് ശേഷം ഗ്രീക്ക് ഭാഷയിലുള്ള പഴയ നിയമത്തിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുന്ന ഭാഗങ്ങൾ വായിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിനുശേഷം സുവിശേഷങ്ങളും വായിക്കുന്നു. തുടർന്ന് സഭാധ്യക്ഷനായ ബിഷപ്പ് വേദവ്യാഖ്യാനം കസേരയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. അതിന് കത്തീഡ്ര എന്നാണ് അതിനെ വിളിക്കുന്നത്. കത്തീഡ്ര ഉള്ള ദേവാലയമാണ് കത്തീഡ്രൽ. അതായത് വേദവ്യാഖ്യാനം നടത്തുവാൻ തക്കവണ്ണം ബിഷപ്പിന്റെ സിംഹാസനം വിട്ടിരിക്കുന്ന ദേവാലയത്തിനെയാണ് കത്തീഡ്രൽ എന്ന് വിളിക്കുന്നത്. അവിടെ ഇരുന്ന് അദ്ദേഹം അത് വ്യാഖ്യാനിക്കുക. അതാണ് വചനത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സ്തോത്രബലി അല്ലെങ്കിൽ ലിറ്റർജി ഓഫ് ബ്രെഡ് എന്ന് പറയും. അതായത് അപ്പത്തിന്റെ ശുശ്രൂഷ. അത് കഴിഞ്ഞ് അപ്പവീഞ്ഞുകളുടെ സമർപ്പണം ഉണ്ടാകുന്നു. അത് കർത്താവ് സ്ഥാപിച്ച തിരുവത്താഴത്തിന്റെ വാക്കുകളൊക്കെ, അതാണ് വേർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സ്ഥാപന വചനം. പാവമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി എന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന അതേ വാചകം ചൊല്ലിക്കൊണ്ട് അപ്പവീഞ്ഞുകൾ വാഴ്ത്തി കർത്താവിന്റെ തിരുശരീര രക്തങ്ങളായി അതിനെ അവർ അനുഭവിക്കുകയും അതിന് ശേഷമുള്ളതായ മറ്റൊന്നുള്ള, അതായത് ഈ അഗാപ്പെ എന്ന് പറയുന്നതായ സ്നേഹവിരുന്ന്, അതും അതിന്റെ ഭാഗമായിരുന്നു. അവർ അപ്പം നുറുക്കി ശേഷം ഒരു പൊതുവായ ഭക്ഷണം അവർക്കുണ്ടായിരുന്നു. അതും ആദിമസഭയുടെ രീതിയായിരുന്നു. ഇനിയും 4-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളുടെ ആരാധന രീതികൾ അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് കർത്താവിന്റെ ഉത്ഥാനം, ക്രൂശാരോഹണം, പെസഹ പെരുന്നാൾ, അങ്ങനെ വിവിധ ദിനങ്ങളിലെ ആരാധനകൾ പ്രത്യേകിച്ച് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളായിരുന്നു ദനഹ പെരുന്നാൾ. നമ്മള് ജനുവരി മാസം 6-ാം തീയതി കൊണ്ടാടിയ പെരുന്നാൾ ദനഹായാണ്. ആ ദനഹ പെരുന്നാളിന്റെ ആചരണം ഉണ്ടായിരുന്നു. അങ്ങനെ 4-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്ക് ഇന്ന് കാണുന്ന വിധത്തിൽ നമ്മുടെ ആരാധന
കൂടുതൽ ശക്തിപ്പെടുന്നത് അവിടെ കാണുവാനായിട്ട് കഴിയും. തുടർന്ന് ഉള്ളത് പൗരസ്ത്യ ആരാധനയുടെ നവീകരണത്തെ സംബന്ധിച്ചാണ് പിന്നീട് പറയുന്നത്. അതായത് ഈ 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ നവീകരണം, പ്രത്യേകിച്ച് നവീകരണം എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട ആളുകളാണ് നവീകരണത്തിന്റെ വക്താക്കൾ എന്ന് പറയും. ഒന്നാമത്തേത് മാർട്ടിൻ ലൂതർ. അദ്ദേഹമാണ് ദ ഫാദർ ഓഫ് റിഫർമേഷൻ, അല്ലെങ്കിൽ നവീകരണത്തിന്റെ പിതാവ് എന്നാണ് അതിൻ്റെ വിളിക്കുന്നത്. അടുത്ത ആളാണ് ജോൺ കാൽവിൻ, മറ്റൊരാളാണ് സിംഗ്ലി. ഇങ്ങനെ 3 ആളുകൾ അവരുടെ നവീകരണത്തെ ഭാഗമായി നവീകരണ ആരാധനക്രമങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് പറയുന്നുണ്ട്. അത് ജോൺ കാൽവിന്റെ ഉണ്ട്, അതേപോലെ സിംഗ്ലിയുടെ ഉണ്ട്, മാർട്ടിൻ ബൂസറുടെ ഉണ്ട്, ആംഗ്ലിക്കൻ ക്രമമുണ്ട്, പ്രസ്ബിറ്റീരിയൻ ക്രമമുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതിനൊന്നും ഒരു രൂപമില്ലാത്ത ആരാധന എന്നാണ് തിരുവേദി വിളിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ല. വേദപുസ്തക വായന അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതുകൂടാതെ മറ്റ് ഈ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച്, കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ അനുഭവത്തെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന ഒരു ആരാധനാ രീതിയായിരുന്നു അത്. ഇനി 5-ാം അധ്യായത്തിൽ പൗരസ്ത്യ ക്രിസ്തീയ ആരാധനാക്രമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് പാശ്ചാത്യ ആരാധനക്രമങ്ങൾ, അതായത് റോമൻ കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്ന ആരാധനക്രമങ്ങളെ കുറിച്ചാണ്. അതിൽ യൂറോപ്പിൽ 4 ക്രമങ്ങളാണ് ഉണ്ടായിരുന്നത്. 4 ക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് അംബ്രോസിയൻ എന്ന് പറഞ്ഞാൽ മിലാനിൽ, അതായത് ഇറ്റലിയിലെ മിലാനിൽ ഉപയോഗിച്ചിരുന്ന ഒരു ആരാധനാക്രമമാണ് അംബ്രോസിയൻ. അതായത് മിലാനിലെ അംബ്രോസ് ആണ് അത് ക്രമീകരിച്ചത്. രണ്ടാമത്തേതാണ് ഗാലിക്കൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായി വന്ന ഒരു ആരാധനാക്രമമാണ്. മറ്റൊന്നാണ് മൊസാറബിക് എന്ന് പറയുന്ന, അതായത് പോർച്ചുഗൽ ആസ്ഥാനമാക്കി അല്ലെങ്കിൽ പോർച്ചുഗൽ കേന്ദ്രമാക്കി വരുന്ന ഒരു ആരാധന രീതിയാണ് ഇത്. ഇങ്ങനെ അതുപോലെ റോമൻ ആരാധനാക്രമം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ അംബ്രോസിയൻ, ഗാലിക്കൻ, മൊസാറബിക് ഈ ക്രമങ്ങൾക്ക് ഇന്നത്തെ ഒരു പൗരസ്ത്യ ആരാധന രീതിയുടെ ഒരു ഭാവം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് പ്രത്യേകിച്ച് ഇത് നിർത്തലാക്കുകയും റോമൻ കത്തോലിക്ക സഭയുടെ ആരാധനാ രീതി അത് പ്രത്യേകിച്ച് അതിൽ ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്തു എന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് ഈ അംബ്രോസിയൻ ക്രമമൊക്കെ മിലാനിൽ ചില പെരുന്നാളുകൾക്ക് ഉപയോഗിക്കുന്നു എന്നത് ഒഴിച്ചാൽ മറ്റെല്ലാ ദിവസങ്ങളിലും റോമൻ കത്തോലിക്ക സഭയുടെ ആരാധനാക്രമമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പൗരസ്ത്യ ആരാധനാക്രമങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ 5 എണ്ണമായിട്ട് തിരിക്കുന്നുണ്ട്. 5 അല്ല 8 എണ്ണമായിട്ട് പ്രധാനമായിട്ട് തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെയാണ് വെസ്റ്റേൺ സിറിയൻ ആരാധനാക്രമം. അതായത് പശ്ചിമ സിറിയൻ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതായ ആരാധനാക്രമം, പ്രത്യേകിച്ച് കുർബാന തക്സാകൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വൈദികർ ഉപയോഗിക്കുന്ന തക്സ എന്ന് പറഞ്ഞാൽ വിശുദ്ധ പിതാക്കന്മാരുടെ ക്രമീകരിച്ചിട്ടുള്ളതായ തക്സാകളും, ആ തക്സാകൾ പ്രത്യേകിച്ച് അത് മനസ്സിലാക്കുമ്പോൾ ഈ തക്സാകളിൽ ഏറെ വൈവിധ്യങ്ങളുണ്ട്. അതിൽ ഓരോ പ്രാർത്ഥനകൾക്കും വ്യത്യസ്തമായ ശൈലിയുണ്ട്, വ്യത്യസ്തമായ വേദശാസ്ത്ര പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഏകദേശം 70 കുർബാന തക്സകൾ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന തക്സായിൽ ഏകദേശം 13 ക്രമങ്ങളാണ് ഉള്ളത് എങ്കിലും 70 തക്സാകൾ തന്നെ സുറിയാനി സഭയിൽ ഉണ്ട് എന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത ഒന്നാണ് കോപ്റ്റിക് ആരാധനക്രമം. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈഗുപ്ത സഭയുടെ ആരാധനക്രമമാണ്. അതിൽ 3 ക്രമങ്ങളാണുള്ളത്: ബസേലിയോസിന്റെ, ഗ്രിഗോറിയോസിന്റെ, മർക്കൂറിലോസിന്റെ. അങ്ങനെ 3 തക്സാകളാണ് അവർക്കുള്ളത്. ഇനി അടുത്തതാണ് പൗരസ്ത്യ സിറിയൻ കൽദായ ക്രമം, അല്ലെങ്കിൽ ഈസ്റ്റ് സിറിയൻ ക്രമം എന്ന് പറയും. അത് ഇന്നത്തെ സീറോ മലബാർ സഭകളും കൽദായ സഭയും ഉപയോഗിക്കുന്നതായ ക്രമങ്ങളാണ്. അത് 3 എണ്ണമാണ്. ശ്ലീഹന്മാരുടെ ക്രമം എന്ന് പറയുന്നത് മറാദായുടെയും മാറിയുടെയും തക്സ എന്നാണ് അതിനെ വിളിക്കുന്നത്. ശ്ലീഹന്മാരുടെ ക്രമം എന്ന് പറഞ്ഞാലും ആദായും മാറിയുമാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തേതാണ് തേവോദോറോസിന്റെ ക്രമം എന്ന് പറയുന്ന ഒരു ക്രമമുണ്ട്. മൂന്നാമത് നെസ്തോറിന്റെ ക്രമം. അങ്ങനെ 3 ക്രമങ്ങളാണ് അതിനുള്ളത്. അതിന് സീറോ മലബാർ സഭയുടെ ആരാധനാ രീതി കാണുമ്പോൾ നമുക്ക് ഈ ക്രമങ്ങളുടെ ഒരു പ്രത്യേകത മനസ്സിലാകും. സാധാരണ ഇപ്പോഴത്തെ ഈ അവരുടെ ആരാധനാ രീതിയെ സംബന്ധിച്ചുള്ള തർക്ക വിതർക്കങ്ങളൊക്കെ നടക്കുന്നത് നമുക്കറിയാവുന്നതാണല്ലോ. അത് ആ ക്രമമാണ് ഈ പൗരസ്ത്യ സിറിയൻ ക്രമം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ഈ മലബാർ ക്രമം എന്ന് പറയുന്നത്. അതായത്
പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നതിന് മുമ്പ് മലകരയിൽ ഉപയോഗിച്ചിരുന്ന ക്രമമാണ് അത്. പക്ഷെ അത് ഇന്ന് നഷ്ടപ്പെട്ടു പോയി എന്നാ പറയുന്നത്. 1599 ഉദയംപേർ സുന്നകദോസിന്റെ കാലഘട്ടത്തിൽ ഈ പുസ്തകങ്ങളെല്ലാം അഗ്നിക്കിരയാക്കി പോയി. അതുകൊണ്ട് അങ്ങനെ ഒരു ആരാധനാ ക്രമം ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. അടുത്തതാണ് ബൈസെന്റിയൻ ക്രമം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ് ഉപയോഗിക്കുന്നതായ ആരാധനാക്രമമാണ്. അതിൽ പ്രധാനപ്പെട്ടത് ബസേലിയോസിന്റെയും മോർ ഈവാനിയോസിന്റെയും, അങ്ങനെ 2 ക്രമങ്ങളാണ് അതിനകത്ത് ഉള്ളത്. ഇനിയും അർമീനിയൻ സഭയ്ക്ക് ബൈസേന്റിയൻ സഭകളോട് ചെന്ന് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്രമമുണ്ട്. എത്യോപ്യൻ സഭയില് കോപ്റ്റിക് സഭയുടെ അതുപോലെ തന്നെയുള്ള സെയിം ക്രമങ്ങൾ തന്നെയാണ് എത്യോപ്യൻ സഭക്കാർ ഉപയോഗിക്കുന്നത്. മാറോനായക്കാരുടെ ക്രമം എന്ന് പറഞ്ഞാൽ അത് നാം ഉപയോഗിക്കുന്ന ക്രമത്തിന്റെ റോമനൈസ്, അതായത് റോമൻ കത്തോലിക്ക രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ് ഈ മാറോനേറ്റ് ക്രമം. അതായത് ഇത് തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 8 വിധ ക്രമങ്ങൾ പൊതുവായി കാണുന്ന കാര്യങ്ങൾ എല്ലാം പ്രാചീന സഭയുടെ പാരമ്പര്യത്തിന് വിധേയമായിട്ടാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ആരാധന രീതിക്ക് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് തുയോബ ഉണ്ട്, പരസ്യ ശുശ്രൂഷയുണ്ട്, രഹസ്യമായ സമാപന ശുശ്രൂഷയുണ്ട്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഈ ആരാധനാക്രമങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ തുയോബോ എന്നത് അപ്പവീഞ്ഞുകൾ ക്രമീകരിക്കുന്നതായ ശുശ്രൂഷയാണ്. നമുക്കത് അറിയാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതായ ആവശ്യമില്ല. തുടർന്ന് വചന ശുശ്രൂഷ എന്ന് പറയുന്ന ശുശ്രൂഷയുണ്ട്. അതോടൊപ്പമാണ് കുർബാനയുടെ മർമ്മഭാഗം, അതായത് ധൂപാർപ്പണം ഉണ്ട്. കുർബാനയുടെ മർമ്മഭാഗം എന്ന് പറയുന്നത് അപ്പവീഞ്ഞുകളെ വാഴ്ത്തുകയും അതിനെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ഈ അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് നമുക്കതിനകത്ത് ഇത് എല്ലാ ആരാധനാക്രമങ്ങളിലും പ്രത്യേകിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പൊതുവായി ഇതിന്റെ പ്രത്യേകത. പക്ഷേ നമ്മുടെ ഒരു ആരാധന ക്രമത്തിന്റെ രീതി എന്നതിനെ സംബന്ധിച്ച് അല്ല ഞാൻ പറയുന്നത്. അതിലുള്ളതായ വസ്തുതകളെല്ലാം ഏകദേശം സെയിമാണ്. അത് അതിനകത്ത് പൊതുവായ ഒരു പ്രത്യേകതയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കണം. അടുത്തത് 6-മതായി സന്യാസ ജീവിതത്തെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ്. സന്യാസ ജീവിതത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സന്യാസ ജീവിതം എങ്ങനെയാണ് തുടക്കം കുറിക്കുന്നത് എന്നതിനെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ AD 313 ക്രൈസ്തവ സഭ സ്വാതന്ത്ര്യം പ്രാപിച്ചു. സഭയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായി. റോമൻ സാമ്രാജ്യത്തിലെ സഭ ഏറെ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും രാജകീയമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു വിശുദ്ധിയിലേക്ക് മടങ്ങിപ്പോകുവാൻ ചിലരെങ്കിലും ആഗ്രഹിച്ചു. കാരണം രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഏകദേശം അസ്തമിച്ചു. ഈ രക്തസാക്ഷിത്വത്തേക്ക് പോകുവാനായിട്ട് സാധ്യമാകുന്നില്ല. എന്നാൽ അതിന് പകരമായിട്ട് അവർ തിരഞ്ഞെടുത്തൊരു വഴിയാണ് ഈ സന്യാസം എന്ന് പറയുന്നത്. അതാണ് ഈ സന്യാസ ജീവിതത്തിന്റെ തുടക്കമായിട്ട് പറയുന്നത്. അതായത് ഈ നിരക്കിൽ നിന്ന് വിട്ടുമാറി മരുഭൂമിയിലേക്ക് പോവുകയും അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നതായ ഒരു അനുഭവത്തെ സംബന്ധിച്ചാണ് ഈ സന്യാസ ജീവിതത്തിന്റെ തുടക്കം എന്നതിനെ കുറിച്ച് അതിനകത്ത് പറയുന്നത്. അതിൽ സന്യാസ പിതാക്കന്മാരുടെ പ്രധാനപ്പെട്ട 2 പേരെ പ്രത്യേകം അവിടെ ഓർക്കുന്നുണ്ട്. ഒന്ന് വിശുദ്ധനായ അന്തോനിയോസ് ആണ്. അതോടൊപ്പം ബസേലിയോസിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. ഇവരുടെ 2 പേരുടെയും സന്യാസ ജീവിത ശൈലിയിൽ 2 പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. മാർ അന്തോനിയോസിന്റെ സന്യാസം എന്ന് പറയുന്നത് ഏകാന്ത സന്യാസമാണ്. ഒരാൾ മരുഭൂമിയിലേക്ക് പോവുകയും അവിടെ സന്യാസ ജീവിതം നയിച്ച് വിശുദ്ധ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ രണ്ടാമത്തേത് ബസേലിയോസിന്റെ സന്യാസക്രമം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ലൈഫ്, ഒരു സമൂഹമായി ജീവിക്കുകയും ആ സമൂഹമായി ജീവിച്ചുകൊണ്ട് പൊതുവായ പ്രാർത്ഥന ശൈലികളും പൊതുവായ ജീവിത ശൈലികളും പൊതുവായ സാമ്പത്തികമായ അവരുടെ സമ്പാദ്യങ്ങളും ഒക്കെ സൂക്ഷിക്കുക. അത് മാത്രമല്ല, സന്യാസ പ്രസ്ഥാനം സമൂഹത്തിന് നൽകേണ്ടതായ എല്ലാവിധമായ സേവനങ്ങളെക്കുറിച്ചും ബസേലിയോസിന്റെ സന്യാസക്രമം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നുണ്ട്. അതിൽ സന്യാസത്തെ കുറിച്ച് പറയുന്നത് പിതാക്കന്മാർ ആ സ്ഥാനത്തിന് കൊടുക്കുന്ന പേര് ദയറായൂസോ എന്നവിടെ പറയുന്നെങ്കിലും പൂർണ്ണ സന്യാസം എന്നാണ് അതിന്റെ അർത്ഥം.
അതിന് ആ സ്ഥാനത്തിന് കൊടുക്കുന്ന പേര് ഫിലോസഫി എന്നാണ്. നമുക്കറിയാം ഫിലോസഫി എന്ന് പറഞ്ഞാൽ തത്വചിന്ത എന്നാണ്. എന്നാൽ ആ വാക്കിന്റെ അർത്ഥം ആ വിജ്ഞാനത്തോടുള്ള സ്നേഹം എന്നാണ്. സോഫിയ എന്ന് പറഞ്ഞാൽ വിസ്ഡം എന്നാണ്, ജ്ഞാനം എന്നാണ്. അപ്പോൾ ജ്ഞാനത്തോടുള്ള സ്നേഹം എന്നാണ് ഫിലോസഫി എന്ന വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന യഥാർത്ഥ വിജ്ഞാനത്തെ നേടുവാനുള്ളതായ അനുഭവമാണ് സന്യാസം എന്ന് പറയുന്നത്. അതിന് ഈ സന്യാസികൾ കറുത്ത കുപ്പായം ധരിക്കുന്നതിനെ കുറിച്ചൊക്കെ തിരുമേനി അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ പുരാതന ഗ്രീക്ക് പാരമ്പര്യത്തിൽ ഫിലോസഫർ ധരിക്കുന്ന കുപ്പായമാണ് ഈ കറുത്ത കുപ്പായം. അപ്പോൾ അതുകൊണ്ടാണ് സന്യാസികളും കറുത്ത കുപ്പായം ധരിക്കുന്നു എന്നത് തിരുമേനി അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അത് സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവമായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയും. അതാണ് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തെ സംബന്ധിച്ചുള്ളത്, അതായത് ശിശുസ്നാനം, ദൈവമാതാവ് തുടങ്ങിയ കാര്യങ്ങളാണ് അത് രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്നത്. അതായത് വിശ്വാസ സമർത്ഥനം അല്ലെങ്കിൽ അപ്പോളജിറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ശിശുസ്നാനത്തെ സംബന്ധിച്ചുള്ള പല ചോദ്യങ്ങളും നമ്മൾ കേൾക്കുന്നതാണ്. ശിശുവായിരിക്കുമ്പോൾ മാമോദിസ ഏൽക്കുന്നതിന് സാങ്കത്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അത് അവിടെ ലഭിക്കുന്നത്. ആദിമസഭയിൽ ശിശുസ്നാനം ഉണ്ടായിരുന്നു. രണ്ട് ഉത്തരങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 16:15 അവിടെ തുയത്തരക്കാരിയായ ലുദിയ വിശ്വസിച്ച് മാമോദിസ മുങ്ങിയപ്പോൾ ആ കുടുംബം മുഴുവൻ മാമോദിസ മുങ്ങിയെന്ന് അവിടെ പറയുന്നു. ആ കുടുംബത്തിൽ ശിശുക്കള് ഉണ്ടായിരുന്നു എന്നത് അവിടെ രേഖപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് ഫിലിപ്പിയിലെ കാരാഗൃഹ പാലകൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റിയും മാമോദിസ ഏൽക്കുമ്പോൾ ആ കുടുംബം ഒന്നാകെ മാമോദിസ ഏറ്റെന്ന് അവിടെ പറയുന്നത്. അവിടെ ആ കുടുംബത്തിൽ ശിശുക്കളും യൗവനക്കാരും പ്രായമുള്ളവരും എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശിശു സ്നാനം എന്ന് പറയുന്നത് ആദിമസഭയുടെ പാരമ്പര്യമായിട്ട് തന്നെ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് ചിന്തയിൽ ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യമാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ വാക്യമാണ് ഇന്നത്തെ നൂതന സഭകൾ അല്ലെങ്കിൽ ഈ പെന്തക്കോസ്ത് സമൂഹങ്ങൾ പ്രത്യേകിച്ച് ശിശുസ്നാനത്തിനെതിരായിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് ഈ 16-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത്. ബാക്കിയുള്ളത് പിന്നീട് ഉണ്ടായതായ ഒരു അഡീഷനായിട്ട് കാണുവാനായിട്ട് കഴിയും. നമുക്ക് വിശുദ്ധ വേദപുസ്തകം എടുത്ത് നോക്കിയാൽ അതിന് ശേഷം ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. അത് തിരുമേനി ഇവിടെ തന്നെ അത് പറയുന്നുണ്ട്. ശിശുസ്നാനത്തെ സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള പഠിപ്പിക്കലിന്റെ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വീണ്ടും മാമോദീസ ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നുള്ളതായ ആ 2-ാമത്തെ അധ്യായത്തിൽ യഹൂദ പാരമ്പര്യത്തിൽ പരിച്ഛേദന എന്ന് പറയുന്നതായ അനുഭവം ഉണ്ടായിരുന്നു. 8-ാം ദിവസം പരിച്ഛേദന ഏൽക്കുന്നതായ ഒരു ശൈലിയും ജീവിത രീതി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ പരിച്ഛേദന എന്ന് പറയുന്നത് ദൈവബന്ധത്തിന്റെ അടയാളമായിട്ടാണ് അവര് മനസ്സിലാക്കിയിരുന്നതും അങ്ങനെയാണ് അവര് അത് സ്വീകരിച്ചിരുന്നത്. എന്നാൽ അതിന് പകരമായി ക്രിസ്തുവിനോട് ചേരുവാനുള്ളതായ മാമോദീസ, അത് പരിച്ഛേദനയ്ക്ക് പകരമായിട്ട് ഈ മാമോദീസ ഉണ്ടായി എന്ന് പ്രത്യേകിച്ച് അവിടെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് ഈ മാമോദീസ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ശിശുക്കളെ മാമോദീസ മുക്കുമ്പോൾ അവർക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദ്യമുണ്ട്. അവിടെ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് അവരുടെ വിശ്വാസം കൊണ്ട് മാത്രം ആണോ രക്ഷപ്പെടുവാനായിട്ട് സാധ്യമാകുന്നത്, സ്വന്തം വിശ്വാസം കൊണ്ടല്ലാതെ രക്ഷിക്കപ്പെടുവാൻ സാധ്യമാണ് എന്ന് അവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം പക്ഷപാതക്കാരനായ ഒരാളെ കട്ടിലിൽ എടുത്തുകൊണ്ട് വരികയാണ്, ആൾക്ക് അനങ്ങുവാൻ പോലും കഴിയുന്നില്ല. എന്നാൽ ആ 4 പേരുടെ വിശ്വാസം കണ്ടുകൊണ്ടാണ് അവന് സൗഖ്യം പ്രാപിക്കുന്നത്. അത് ഒരു ഉദാഹരണമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും സ്വന്തം വിശ്വാസം കൊണ്ടല്ല, മാതാപിതാക്കളുടെ വിശ്വാസം കൊണ്ടും രക്ഷപ്പെടുവാനായിട്ട് കഴിയും എന്ന് പറയുന്നുണ്ട്. ആദിമസഭയുടെ പാരമ്പര്യത്തിലും ഈ ശിശുസ്നാനം ഉണ്ടായിരുന്നു എന്നതും അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് മാമോദീസായെ കുറിച്ചുള്ള പഠനങ്ങളിൽ വ്യക്തമായിട്ട് അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അടുത്ത അധ്യായം കന്യകമറിയാമിനെ കുറിച്ചാണ്. നമുക്കറിയാം സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ കന്യകമറിയാം എല്ലാ വിശുദ്ധന്മാരെക്കാൾ ഉപരിയായി മനസ്സിലാക്കുകയും നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് പരിശുദ്ധ കന്യകമറിയാം. അതുകൊണ്ട് കന്യകമറിയാമിനെ പറ്റിയുള്ള വിശ്വാസങ്ങൾ
വേദാധിഷ്ഠിതമാണ് എന്ന് തിരുമേനി വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് ദൈവ രക്ഷകനെ നൽകുവാൻ തക്കവണ്ണം സാധ്യമായ ഒരു ഭാഗ്യവതിയാണ് കന്യകമറിയാമെന്ന് അവിടെ പറയുന്നു. വേദപുസ്തകത്തിൽ കന്യകമറിയാമിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ 3 ഭാഗങ്ങളിൽ നമുക്ക് അല്പം ഒരു സംശയം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 28-ാമത്തെ വാക്യം, അതോടൊപ്പം ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 27, 28 വാക്യങ്ങൾ. അത് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും നമുക്ക് ഒരു സംശയം തോന്നാം. എന്താണ് ഇങ്ങനെ കന്യകമറിയാം, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിലും കാനാവിലെ കല്യാണ വിരുന്നിലും കർത്താവിന്റെ മറുപടി ഒരുപക്ഷെ പിന്നെ കന്യകമറിയാമിനെ ഒഴിവാക്കുന്നത് പോലെയുള്ള ഒരു മറുപടിയാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നാം. എന്നാൽ അതിന് വ്യക്തമായ ഉത്തരങ്ങൾ അവിടെ നൽകുന്നുണ്ട്. ഓരോ ഭാഗത്തും അത് തിരുമേനി അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഉദാഹരണമായി കാനാവിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ച് പറയുമ്പോൾ മാതാവും ഭർത്താവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് വെറും മൂഢത്വമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അറമായ ശൈലിയിലെ പ്രത്യേക ശൈലിയായിട്ടാണ് എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നല്ല, എനിക്കും നിനക്കും എന്ത് എന്ന് പറയുന്നുള്ളൂ എന്ന് അതിൻ്റെ മൂലഭാഷയിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനിയും അതിലുണ്ടായിട്ടുള്ള ഒരു റോമൻ കത്തോലിക്ക സഭയുടെ ഒരു തെറ്റായ പഠിപ്പിക്കലിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അതായത് അമലോദ്ഭവവാദം എന്ന് പറയും. അതായത് കന്യകമറിയാം ജനിച്ചത് പാപം കൂടാതെയാണ് എന്നതാണ് ഈ അമലോദ്ഭവവാദത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. കന്യകമറിയാമിന് ജനിച്ചപ്പോൾ മുതൽ പാപം ഇല്ലായിരുന്നു. ഇതാണ് ഈ റോമൻ കത്തോലിക്ക പറയുന്നത്. അത് ഡിസംബർ മാസം 8-ാം തീയതി ഒരു വലിയ അമലോദ്ഭവ തിരുനാളായിട്ട് തന്നെ ആചരിക്കുന്നുണ്ട്. 12-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെയൊരു ചിന്താഗതി പ്രത്യേകിച്ച് കടന്നു വരുന്നത്. ഇന്നത്തെ മാർപ്പാപ്പയാണ് അത് പ്രഖ്യാപിക്കുകയും അമലോദ്ഭവവാദം എന്ന് പറയുന്ന ആ ചിന്ത കൊണ്ടുവരികയും ചെയ്യുന്നത്. എന്നാൽ ഈ അമലോദ്ഭവവാദം പൗരസ്ത്യ സഭകൾ പ്രത്യേകിച്ച് സ്വീകരിക്കുന്നില്ല. അതിന് ഒന്നാമത്തെ കാരണം, കന്യകമറിയാം പാപം കൂടാതെ ജനിക്കുന്നു എങ്കിൽ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന് പിന്നെ പ്രസക്തി ഉണ്ടാകുമോ? കന്യകമറിയാമിലൂടെ തന്നെ രക്ഷ സംഭവ്യമാകേണ്ടതല്ലേ? അതായത് ഇവിടെ കന്യകമറിയാം പാപം കൂടാതെയാണ് അല്ലെങ്കിൽ ജനിച്ചത് എങ്കിൽ, അവൾക്ക് പാപമില്ലായിരുന്നുവെങ്കിൽ കന്യകമറിയാമിലൂടെ രക്ഷ സാധ്യമാകുമായിരുന്നു. എന്നാൽ കർത്താവിന്റെ മനുഷ്യാവതാരത്തിലൂടെയാണ് രക്ഷ സംഭവ്യമായി എന്നതാണ് അതിന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കന്യകമറിയാം രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ഈ അമലോദ്ഭവവാദം അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അങ്ങനെയല്ല. റോമൻ കത്തോലിക്ക സഭയുടെ ആ പഠിപ്പിക്കലിനെ നമ്മൾ തള്ളിക്കളയും. എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവപ്രസവിത്രി എന്ന് പറയുന്ന സ്ഥാനം ദൈവമാതാവിന് നൽകുന്നുണ്ട്. അവൾ ദൈവത്തെ പ്രസവിച്ചവളാണ്. ഇതിനെപ്പറ്റി പല ആശയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെസ്തോറിയോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് കന്യകമറിയാമിന് ദൈവത്തെ പ്രസവിക്കുവാനായിട്ട് കഴിയുന്നത്? കന്യകമറിയാം ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. ഒരു മനുഷ്യ സ്ത്രീക്ക് എങ്ങനെയാണ് ദൈവത്തെ പ്രസവിക്കുവാനായിട്ട് കഴിയുന്നത്? ഇതായിരുന്നു നെസ്തോറിയസിന്റെ ചോദ്യം. അതുകൊണ്ട് ആ ചോദ്യത്തെ വളരെ ശക്തമായി സഭ നേരിടുകയും എഫേസോസിലെ സുന്നകദോസിൽ വെച്ച് അത് കന്യകമറിയാം ദൈവമാതാവ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തു എന്നത് സഭയുടെ വിശ്വാസം. അതുകൊണ്ട് ദൈവമാതാവായിട്ടാണ് പരിശുദ്ധ കന്യകമറിയാമിനെ സഭ കണക്കാക്കുന്നത്. അത് പ്രത്യേകിച്ച് അവിടെ ഓർപ്പിക്കുകയാണ്. വീണ്ടും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയെക്കുറിച്ചാണ് 5-ാം അധ്യായത്തിൽ പറയുന്നത്. വിശുദ്ധന്മാരുടെ മധ്യസ്ഥത എന്ന് പറയുന്ന കാനോനിക വിശുദ്ധന്മാരെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ വിശുദ്ധന്മാരുടെ ഗണത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാവരും പരിശുദ്ധന്മാരാണ് എന്ന് പറഞ്ഞാൽ തന്നെയും എല്ലാ പരിശുദ്ധന്മാരുടെ ഗണത്തിൽ തന്നെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച് തിരുവേനി തന്നെ 4 വിഭാഗമായിട്ട് അതിനെ തിരിച്ചിരിക്കുന്നുണ്ട്. ഒന്ന്, വിശ്വാസത്തിന് വേണ്ടി സഹതാമകരണം പ്രാപിച്ചവർ, അതായത് സ്തേഫാനോസ് തുടങ്ങിയ വിശുദ്ധന്മാരെ പോലെ
രക്തസാക്ഷി മരണം സ്വീകരിച്ചവർ. രണ്ടാമത്തേത് വിശ്വാസത്തിന് വേണ്ടി മരണമൊഴികെയുള്ള പീഡ അനുഭവിച്ചവർ, മൗദ്യാനന്മാർ എന്ന് പറയും, കൺഫസേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. അതിലെ പ്രധാനപ്പെട്ട ആളാണ് ജസ്റ്റിൻ മാർട്ടിയർ, യൂസ്തിനോസ് എന്ന് മലയാളത്തിൽ പറയും. മൂന്നാമത്തെ ഗണം എന്ന് പറയുന്നത് സത്യവിശ്വാസം പഠിപ്പിച്ച വിശ്വാസ വീരന്മാർ. അത് വിശുദ്ധനായ മാർ അത്താനാസ്യൂസും മാർ കൂറിലോസും 5-ാം ദുബ്ദേനിൽ നമ്മൾ ഓർക്കുന്ന എല്ലാവരും സത്യവിശ്വാസത്തെ പഠിപ്പിച്ച വിശ്വാസ വീരന്മാരാണ്. നാലാമത്തെ ഗണം എന്ന് പറയുന്നത് സന്യാസ പിതാക്കന്മാരാണ്, വിശുദ്ധ ജീവിതം നയിച്ച് സ്വാഭാവിക മരണം പ്രാപിച്ച വിശുദ്ധന്മാർ. അങ്ങനെ ഒരു ഗണം, അത് വിശുദ്ധ അന്തോണിയോസും പക്കോമിയോസ് തുടങ്ങിയ വിശുദ്ധന്മാരാണ്. അവരെ എങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്നത് അതിൽ തന്നെ അവിടെ പറയുന്നുണ്ട്. കുർബാന തക്സകളിൽ അവരുടെ പേരോർക്കുകയും പൊതുപ്രാർത്ഥനകളിൽ അവരുടെ മധ്യസ്ഥത യാചിക്കുകയും പള്ളികളും ത്രോണോസുകളും അവരുടെ നാമത്തിൽ സ്ഥാപിക്കുകയും ബലിപീഠത്തിന്മേൽ അവരുടെ ചിത്രം വെക്കുകയും തുടങ്ങി കുറെ കാര്യങ്ങൾ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ മധ്യസ്ഥതയുടെ വേദശാസ്ത്രം എന്താണ് എന്നതാണ് അടുത്തത്. മധ്യസ്ഥതയുടെ വേദശാസ്ത്രം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കർത്താവിനോടുള്ള അവരുടെ വിശുദ്ധ ജീവിതം കൊണ്ട് അവർ അനുഷ്ഠിച്ചിട്ടുള്ളതായ പ്രാർത്ഥനയുടെ അന്തസത്തയിലാണ് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയുടെ ആഴമായ അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പരിശുദ്ധനെ നാം ബഹുമാനിക്കുമ്പോൾ ദൈവത്തെയാണ് ബഹുമാനിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് ഓർക്കണം. ഒരു വിശുദ്ധനെ വിശുദ്ധനാക്കുന്നത് അവനുള്ളതായ ദൈവശക്തിയാണ്, കർത്താവിന്റെ ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധന്മാരുടെ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ അവരെ ശ്രേഷ്ഠരാക്കിയ കർത്താവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്കവാറും പ്രാർത്ഥനകൾ അവസാനിക്കുന്നത്. അതിന്റെ കാരണം ഈ വിശുദ്ധനെ വിശുദ്ധനാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവും ദൈവിക പ്രവർത്തനവും. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിലൂടെ നാം ക്രിസ്തുവിനെ തന്നെയാണ് ബഹുമാനിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് ഓർക്കേണ്ടിയിരിക്കുന്നു. 6-ാം അധ്യായത്തേത് ഈ പരിശുദ്ധാത്മദാനങ്ങളും വിടുതൽ പ്രസ്ഥാനങ്ങളും എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പരിശുദ്ധാത്മദാനങ്ങളെ കുറിച്ചുള്ള പ്രത്യേകിച്ചുള്ള ചിന്താധാരയിൽ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങള് അങ്ങനെയുള്ള ചില അനുഭവങ്ങളെ കുറിച്ചാണ് തിരുമേനി അവിടെ പറയുന്നത്. അതായത് പരിശുദ്ധാത്മാവിന്റെ ആളത്വം എന്ന് പറയുന്നത്, അതിന് ഈ ഗ്രീക്ക് ഭാഷയിൽ അതിന് കരിസ്മ എന്ന് പറയും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കാണ് ഈ കരിസ്മ എന്ന് പറയുന്നത്. എന്നാൽ ഈ കരിസ്മ എന്ന വാക്ക് ഈ കാലഘട്ടത്തിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. അത് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ എന്നും അങ്ങനെ ചില വാക്കുകളിലൂടെ ആ വാക്ക് നമുക്ക് ഏറെ പരിചിതമാണ്. എന്നാൽ കാരിസ് എന്ന് പറഞ്ഞാൽ കൃപ എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവിന്റെ കൃപ അത് വൈകാരികമായ അനുഭവങ്ങളിലൂടെ സമ്പാദിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ ഉണ്ടാകുന്നതല്ല. മറിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപ ദൈവാരാധനയിലൂടെ മാമോദീസായിലൂടെ ഒക്കെ നാം അനുഭവിക്കുന്ന ഒന്നായിട്ടാണ് തിരുമേനി അവിടെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാ അഭിഷേകത്തെ സംബന്ധിച്ച് അവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് തൃത്വത്തിലെ ആളത്വങ്ങളിൽ ഒന്നാണ് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഇത് രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, അതേപോലെ ഫലങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഫലങ്ങൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിലാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. വരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രവചനവരമുണ്ട്, ഭാഷാവരമുണ്ട്, അങ്ങനെയുള്ള വരങ്ങളെ സംബന്ധിച്ച് അവിടെ പറയുന്നു. ഈ വരങ്ങളും ഫലങ്ങളും തമ്മിൽ ഇതെല്ലാം എന്തിനാണ് വിനിയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സഭയുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഈ വിടുതൽ പ്രസ്ഥാനം എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമായ പ്രസ്ഥാനങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഓരോ വ്യക്തികളുടെയും പ്രത്യേകിച്ചുള്ള ചിന്തകളിലാണ്, അവരുടെ ആശയങ്ങളിലാണ് അത് നിലകൊള്ളുന്നത് എന്നതുകൂടെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. 3-ാമത്തെ യൂണിറ്റ് വേദശാസ്ത്ര ചിന്തകളാണ്. അതിൽ ആദ്യത്തേത് ഈ ദൈവപുത്രന്റെ മർത്തീകരണം, അതിന്റെ മൗലിക ഉദ്ദേശം എന്ത് എന്നൊരു ചോദ്യമാണ് അതിനുള്ളത്. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മർത്തീകരണം എന്ന പ്രയോഗം, അതാണ് ഏറ്റവും അനുയോജ്യമായ വാക്കെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ മലയാളത്തിൽ സാധാരണ പറയുന്നത് മനുഷ്യാവതാരം എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തിരുമേനി പറയുന്നത് മനുഷ്യാവതാരം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് അർത്ഥം ഇല്ല എന്നാണ് തിരുമേനി പറയുന്നത്. അതിന്റെ അർത്ഥം തിരുമേനി പറയുന്നത്, നമുക്കറിയാം ഹൈന്ദവ പാരമ്പര്യത്തിൽ ദൈവം
ഈശ്വരൻ അവതാരമെടുക്കും. 10 അവതാരങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. 9 ആ, അത് അവതാരങ്ങളായി ഇനി ഒന്നുകൂടെ ഒരു അവതാരം കൂടെ അവസാനം ഉണ്ടാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ചില ലക്ഷ്യത്തിന് വേണ്ടി ദൈവം എടുക്കുന്നതായ ആ രൂപത്തെയാണ് ഈ അവതാരം എന്നതുകൊണ്ട് ഹൈന്ദവ പാരമ്പര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. എന്നാൽ മനുഷ്യാവതാരം എന്ന വാക്ക് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ദൈവം മനുഷ്യനായി ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി വന്നു എന്നതാണ് സാധാരണ രീതിയിൽ അതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെയല്ല. മർത്തീകരണം അല്ലെങ്കിൽ ഇൻകാർണേഷൻ എന്ന വാക്കാണ് ഈ ദൈവപുത്രന്റെ മർത്തീകരണം ആ പിന്നെ മനുഷ്യാവതാരത്തെക്കാൾ ഏറ്റവും അനുയോജ്യമായ പദം എന്ന് തിരുമേനി അതിന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ഇവിടെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ മനുഷ്യാവതാരം എന്ന് പറയുന്നത് വലിയ ഒരു വെളിപാടായിരുന്നു, റെവലേഷൻ ആയിരുന്നു എന്ന് തുടർന്ന് അവിടെ പറയുന്നുണ്ട്. അതായത് ദൈവത്തെ മനസ്സിലാക്കുവാൻ ഏറ്റവും ഉദാത്തമായ ഒരു വെളിപാടായിരുന്നു മനുഷ്യാവതാരം. ദൈവത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയത്? കർത്താവിലൂടെ, ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തു മനുഷ്യനായി തീരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധനായ അത്താനാസ്യൂസിന്റെ ഒരു വാക്ക്, ദൈവം മനുഷ്യനായി മണ്ണിന്റെ മക്കളെ വിണ്ണിന്റെ മക്കളാക്കുവാൻ വിണ്ണിന്റെ നാഥൻ മണ്ണിന്റെ നാഥനായി എന്ന് പറയുന്നത് വിശുദ്ധനായ അത്താനാസ്യൂസ്. അതുകൊണ്ട് വലിയ ഈ ക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ, മർത്തീകരണം, അത് ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ വെളിപാടിനെ സംബന്ധിച്ച് വെളിപാട് അതിന്റെ ഏറ്റവും ഉദാത്തമായ രീതി എന്ന് പറയുന്നതാണ് ഈ മർത്തീകരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയും തുടർന്നുള്ള 2 അധ്യായങ്ങൾ ആദാമ്യ പാപവും പരിണിത ഫലങ്ങളും എന്നുള്ളതാണ്. എന്താണ് ഈ ആദാമ്യ പാപം? അത് ഈ ആദാമ്യ പാപം എന്ന ഒരു പ്രയോഗം, പ്രത്യേകിച്ച് പാപത്തിന് 2 തലങ്ങളുണ്ട് എന്ന് പറയും. ഒന്ന് ജന്മപാപം, രണ്ടാമത്തേത് കർമ്മപാപം. അങ്ങനെ പാപത്തെ 2ആയി തിരിക്കുന്ന ഒരു രീതി പാശ്ചാത്യ പാരമ്പര്യത്തിലുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ആള് എന്ന് പറയുന്നത് അഗസ്തിനോസ് ആണ് ഈ പാപങ്ങളെ ഇങ്ങനെ വേർതിരിക്കുന്നത്. ഈ ജന്മപാപം എന്നൊരു വാക്കുണ്ട്, ഒറിജിനൽ സിൻ എന്നാണ് ഇംഗ്ലീഷിൽ. ഈ ജന്മപാപം, അതായത് അതിന്റെ ആദ്യം ആയിട്ട് അത് പറയുന്നത് അലക്സാന്ദ്രിയയിലെ വിശുദ്ധനായ ദിദിമോസ് ആണ്. അന്ധനായ ദിദിമോസ് ബ്ലൈൻഡ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഈ ആശയം പറയുന്നത് ആദ്യമായി. അതായത് ആദാമിന്റെ പാപം മൂലം മനുഷ്യവർഗം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള പാപ സ്വഭാവത്തെ ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും തന്റെ സ്വന്തം ഇച്ഛ മൂലം ചെയ്യുന്ന പാപത്തെയും തമ്മിൽ വേർതിരിക്കുന്നു. അപ്പോൾ സ്വന്തം ഇച്ഛ മൂലം ചെയ്യുന്ന പാപമാണ് കർമ്മപാപം എന്ന് പറയുന്നത്. ആദാമിൽ നിന്നും നമുക്ക് ലഭ്യമായ ഒന്നാണ് ഈ ജന്മപാപം എന്ന് പറയും. പക്ഷേ ഈ ദിദിമോസിന്റെ ഈ ആശയത്തെ പൗരസ്ത്യ പിതാക്കന്മാർ ഒന്നും സ്വീകരിച്ചിരുന്നില്ല. ആദാമ്യ പാപം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് പ്രത്യേകിച്ച് പൗരസ്ത്യ പിതാക്കന്മാർ ഒന്നും അതിനെ കാര്യമായിട്ട് ഗണിക്കുന്നില്ല. അതിനെ അഗസ്തിനോസ് പറയുന്നതിന്റെ മറ്റൊരു റീസൺ ഉണ്ട്. അതായത് നമുക്കറിയാം, ഒരു മനുഷ്യൻ ജനിക്കുന്നത് സ്ത്രീ പുരുഷന്മാരുടെ സംഗമത്തിലൂടെയാണ്. അദ്ദേഹം അതിനെ ഒരു തെറ്റായിട്ടാണ്, തിന്മയായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ആ കുഞ്ഞിന് എന്തുണ്ട്? പാപമുണ്ട്. അതാണ് അഗസ്തിനോസിന്റെ വാദം. പക്ഷേ ഇത് പൗരസ്ത്യ പിതാക്കന്മാർ, പ്രത്യേകിച്ച് ബസേലിയോസും ഗ്രിഗോറിയോസും ഏറ്റവും കൂടുതൽ സേവേറിയോസും ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവർ പറയുന്നത് ഈ ജന്മപാപം എന്ന് പറയുന്ന പാപമില്ല. അത് ആദാമിലൂടെ ലഭ്യമാകുന്ന, അല്ലെങ്കിൽ ആദാമിന്റെ പാപത്തിലൂടെ, ആദാമിന്റെ വീഴ്ചയിലൂടെ ലഭ്യമായ പാപം, അത് ഇല്ല എന്ന് തന്നെയാണ് അവരതിനെ പറയുന്നത്. പക്ഷേ അതിൽ സേവേറിയോസ് ആണ് അത് വ്യക്തമായിട്ട് പറയുന്നത്. അതായത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് മാമോദീസ മുങ്ങിയ ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന കുഞ്ഞിന് എങ്ങനെയാണ് പാപമുണ്ട് എന്ന് പറയാൻ കഴിയുന്നത്? അതാണ് അവരുടെ ചോദ്യം. അത് സേവേറിയോസ് കൃത്യമായിട്ട് അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആദാമ്യ പാപം എന്ന് പറയുന്ന പാപം, അത് മനുഷ്യന്റെ
ജന്മനാ ഉണ്ടാകുന്നതായ പാപ അവസ്ഥയുടെ പ്രതിഫലനമായിട്ടൊക്കെ അഗസ്തീനോസ് പറയുന്നു. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ച് അതിനോട് ഉത്തരം പറയുന്നത്. നമ്മളെ പേജ് 125 സേവറിയൂസിന്റെ ഉപദേശത്തിൽ 10 പോയിന്റുകൾ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനെ തള്ളിക്കളയുവാനുള്ളതായ പ്രധാനപ്പെട്ട കാരണങ്ങൾ അവിടെ പറയുന്നത്. ഇനിയും 4-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ആരാധനയിലെ വേദശാസ്ത്രത്തെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. ആരാധനയുടെ ദൈവശാസ്ത്രം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആരാധനയിലെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ആരാധന ദൈവശാസ്ത്രം മനസ്സിലാക്കുവാൻ നമ്മെ പിന്നെ പ്രാപ്തമാക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന് വിശുദ്ധ വേദപുസ്തകം, ആരാധനാ വർഷത്തിലെ പ്രാർത്ഥനകൾ, വിശുദ്ധ ഏവൻഗേലിയോൻ, വിവിധ രൂപത്തിൽ വികസിച്ച സെദ്ര എന്ന പ്രത്യേക പ്രാർത്ഥന എന്നിവ ഈ സുറിയാനി ആരാധനാ രീതിയിലൂടെ ഇതെല്ലാം ആരാധനയിലെ ദൈവശാസ്ത്രം മനസ്സിലാക്കുവാനായിട്ടുള്ളതായ പ്രത്യേകിച്ചുള്ള അതിന്റെ സ്രോതസ്സുകളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ ആളത്വം, സ്വഭാവം എന്നിവയെ സംബന്ധിച്ചുണ്ടായ അതിലെ പ്രാർത്ഥനകൾ നമുക്ക് ഉദാഹരണമാണ് അവിടെ പറയുന്നത്. കർത്താവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ചുള്ള പ്രത്യേകിച്ചുള്ള ആ കാഴ്ചപ്പാടുകൾ ആരാധനയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ ശരീരത്തെക്കുറിച്ചുള്ള ബോധ്യവും അതിനകത്ത് പറയുന്നുണ്ട്. ശ്ലീഹന്മാരിലൂടെ, പിതാക്കന്മാരിലൂടെ ഒക്കെ ഉണ്ടാകുന്നതായ ഒരു ക്രിസ്തു ശരീരമാണ് സഭ എന്ന് പറയുന്ന ബോധ്യം അതിനകത്ത്. ഇതൊക്കെ ഈ ആരാധനയുമായിട്ട്, അല്ലെങ്കിൽ ആരാധനയിലൂടെയാണ് നമ്മുടെ വിശ്വാസം നമ്മൾ പഠിക്കുന്നത് എന്ന് പ്രധാനമായിട്ട് ആ പാഠം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വിവിധ പ്രാർത്ഥനകളെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. സഭയുടെ അടിസ്ഥാന വിശ്വാസം ലഭ്യമാകുന്നത് ആരാധന ശൈലിയിലൂടെ, ആരാധനയുടെ രീതിയിലൂടെയാണ് എന്ന് ആ ഭാഗത്ത് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ആരാധനയ്ക്ക് മറ്റൊരു ഭാവം എന്ന് പറയുന്നത് അത് വേദശാസ്ത്ര ബന്ധിതമാണ്. വേദശാസ്ത്രത്തിലാണ് അത് ഉൾക്കൊള്ളുന്നത് എന്നത് കൂടുതലായിട്ട് പറയുന്നു. അടുത്ത 5-ാം അധ്യായം സയൻസ് ആൻഡ് റിലീജിയൻ, അതായത് മതമോ ശാസ്ത്രമോ ഏതാണ് കൂടുതൽ വിശ്വസനീയം. അതിന് പ്രധാനമായിട്ട് അതിൽ ഒറ്റ ആശയമാണ് അതിനകത്ത് പറയാനായിട്ടുള്ളത്. ശാസ്ത്രവും മതവും ഇത് തമ്മിൽ അതിന് വ്യതിരക്തതയുണ്ടോ, ഇത് തമ്മിൽ കോൺട്രഡിക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇത് തമ്മിൽ ചേരുന്നതാണോ എന്ന് ഒരു ചോദ്യം ഉണ്ട്. അതായത് ശാസ്ത്രം ശാസ്ത്രത്തിന്റെ തലത്തിലാണോ, അത് മതജീവിതത്തെ അല്ലെങ്കിൽ മതത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണോ എന്നത് ഒരു ചോദ്യമാണ്. അതിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന്, ശാസ്ത്രവും വേദശാസ്ത്രവും അല്ലെങ്കിൽ മതത്തിൻ്റെതായ വിശ്വാസങ്ങളും അത് രണ്ടും കോൺട്രാക്ടറി അല്ല, കോംപ്ലിമെന്ററിയാണ്. കോംപ്ലിമെന്ററി എന്നാൽ പരസ്പര പൂരകമാണ്. പരസ്പര പൂരകമായിട്ടാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സയൻസിന്റെ സിദ്ധാന്തങ്ങൾ, ഇന്നലെ വരെ വിശ്വസിച്ച സിദ്ധാന്തങ്ങൾക്ക് മാറ്റമുണ്ടാകും. അത് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മുമ്പ് പഠിച്ച പല കാര്യങ്ങളും അത് ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. അത് ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ വേദശാസ്ത്രത്തിന് അങ്ങനെയല്ല. വേദശാസ്ത്രം അത് ക്രമാനുഗതമായി ഡെവലപ്പ് ചെയ്തു വരികയാണ്. ഏറ്റവും ഒന്നിൽ നിന്ന് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട്. അത് ഒരിക്കലും മുമ്പുണ്ടായിരുന്നതിനെ തള്ളിക്കളയുകയല്ല, കുറെ കൂടെ അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വികസിച്ചു വരുന്നു എന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. അതിൽ ഒരു ഉദാഹരണമാണ് തൊട്ടടുത്ത അധ്യായത്തിൽ പറയുന്നത്. പരിണാമ സിദ്ധാന്തത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. അത് അതിൻ്റെ ഒരു ക്രിസ്തീയ ദർശനത്തിൽ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് വലിയൊരു തിയറി ആയിട്ട് കണക്കാക്കി. പക്ഷെ ഇന്ന് ഈ പരിണാമ സിദ്ധാന്തത്തെ പലപ്പോഴും പലരും തള്ളിക്കളയുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഈ പരിണാമ സിദ്ധാന്തം അന്നത്തെ ചിന്തയിൽ ക്രിസ്തീയ വിശ്വാസത്തെ തള്ളിക്കളയുന്നതാണ് എന്നൊരു വലിയ ചിന്തയുണ്ടായിരുന്നു. കാരണം ഈ പരിണാമത്തിലൂടെയാണ് സൃഷ്ടി ഉണ്ടായത് എന്നാണ് അത് പഠിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകം എന്ന് പറയുന്നത് എങ്ങനെയാണ് യുക്തിപരമാകുന്നത്? അതാണ് അതിനകത്തെ ചോദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വിശുദ്ധനായ നിസായിലെ ഗ്രിഗോറിയോസിന്റെ വാക്കുകളാണ് എടുക്കുന്നത്.
ആ വാക്കുകൾ എടുത്തുകൊണ്ട് പറയുകയാണ്, അതായത് ഈ സൃഷ്ടിയുടെ ക്രമാധിഷ്ഠിതമായ ആരോഹണത്തെ പറ്റി നമുക്ക് ആദ്യമായി പരിചിന്തനം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അത് തുടങ്ങുകയാണ്. എടാ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉത്ഗമിക്കുന്ന സസ്യങ്ങളെ സൃഷ്ടി എന്തുകൊണ്ട് ആദ്യം ഉണ്ടാകും? അതായത് അവിടെ പറയുന്നത്, ഇതിന് സൃഷ്ടിക്കൊരു ക്രമമുണ്ട്. ആദ്യം ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു തുടങ്ങി സൃഷ്ടി ആരംഭിക്കുന്നത് പോലെ അതിന് ക്രമാനുഗതമായ ഒരു വളർച്ചയുണ്ട്. പരിണാമ സിദ്ധാന്തം പറയുന്നത് ഏകദേശം അത് തന്നെയാണ്. പരിണാമത്തിലൂടെയാണ് പുതിയ സൃഷ്ടി രൂപപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന വിധത്തിൽ ഇത് രൂപപ്പെട്ടത് ഈ ജനറ്റിക് മ്യൂട്ടേഷൻ വഴി ആണ് എന്നാണ്. ഇത് തമ്മിൽ വ്യത്യസ്തമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് രണ്ടും കോംപ്ലിമെന്ററി ആയിട്ടാണ് തിരുമേനി അതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് ഈ പരിണാമ സിദ്ധാന്തം അത് ക്രൈസ്തവ വിശ്വാസത്തെ തള്ളിക്കളയുന്നതല്ല, മറിച്ച് അതിനെ കുറെ കൂടെ ശക്തമാക്കുന്നതാണ് എന്ന് അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നു. ഈ നാലാമത്തെ അധ്യായം, നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സഭയും ദർശനങ്ങളും എന്നുള്ളത്. അത് തിരുവേലിയുടെ ഡോക്ടറൽ തിസീസിന്റെ ഭാഗമാണ് അതവിടെ പറയുന്നത്. അത് ഒരല്പം മനസ്സിലാക്കുവാൻ ഒരല്പം പ്രയാസമുള്ളതായിട്ട് നമുക്ക് തോന്നും. അതിൽ രണ്ട് കാര്യങ്ങൾ. ഓക്കെ ഓക്കെ. ഈ ഈശ്വര സ്വാതന്ത്ര്യവും മനുഷ്യ സ്വാതന്ത്ര്യവും, അതാണ് അതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം. അവിടെ ഈ നിസായിലെ ഗ്രിഗോറിയോസിന്റെ ചിന്തയിൽ എന്താണ് ഈശ്വരന്റെ സ്വാതന്ത്ര്യം? ഈശ്വരന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ സ്വതന്ത്രനാണെന്നുള്ള ചിന്തയാണ്? അല്ല. ഈശ്വര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് അവൻ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല. അതാണ് ഈശ്വരന്റെ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതാണ് ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് കണക്കാക്കുവാനായിട്ട് കഴിയുന്നത്? ദൈവം എന്ന് പറയുന്ന മഹാ സത്യത്തെ എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും എന്നത് ഒരു ചോദ്യം. അതാണ് ഈ ഈശ്വരന്റെ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. ഈ മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിന് 6 വശങ്ങളുണ്ട്. അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമുണ്ട്, സമൂഹത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്, അവ തമ്മിലുള്ള ബന്ധമുണ്ട്. അങ്ങനെ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അത് അവിടെ വ്യക്തിയും സമൂഹവും അവരുടെ ചരിത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ അവിടെ രൂപപ്പെടുത്തുന്നത്. ഇത് രണ്ടാമതായിട്ട് അതിന്റെ തന്നെ ഭാഗമായിട്ട് പറയുമ്പോൾ ഈ ഈശ്വരന്റെ സ്വാതന്ത്ര്യം, അതിന് ആരാണ് ദൈവം എന്നതിന് ചില ഉത്തരങ്ങൾ അവിടെ നൽകുന്നത്. അതിന് ഒന്നാമത് ലഭിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് അവൻ തൃത്വമാണ്, ദൈവം സ്വാതന്ത്ര്യമാണ്, സൃഷ്ടാവാണ് തുടങ്ങിയ ചില ഉത്തരങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമതായിട്ട് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും അത് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ദൈവ സ്വഭാവത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, അതിന് ദൈവം സൃഷ്ടാവാണ്, തൃത്വമാണ്. അതുമാത്രമല്ല, തൃത്വത്തിലെ രണ്ടാമൻ മനുഷ്യാവതാരം ചെയ്തതാണ്, മർത്തീകരണം ഉണ്ടായി എന്നതും അവിടെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഈ 4-ാം അധ്യായം അത് ഫ്യൂച്ചറോളജി എന്ന് പറയും. അതായത് നാളത്തെ സമൂഹത്തെ പറ്റിയുള്ളതായ ചിന്തകളാണ്. ഇത് ഈ 2 അധ്യായങ്ങൾ, അവസാനത്തെ 2 അധ്യായങ്ങൾ, അത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാകുന്നു എന്നത് ഒരു ചോദ്യമാണ്. കാരണം ആ തിരുമേനിയുടെ ആ പശ്ചാത്തലത്തിൽ അത് അന്ന് പ്രസക്തമായിരുന്നു. പക്ഷേ ഇന്ന് അത് എത്രമാത്രം പ്രസക്തമാണ് എന്നത് ഒരു ചോദ്യമായിട്ടുണ്ട്. നാളത്തെ സമൂഹം, അതായത് എങ്ങനെയാണ് ഒരു പുതിയ സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതാണ് അതിലെ ഒരു ഫ്യൂച്ചറോളജി എന്ന് പറയുന്നത്. അത് നമ്മൾ അപ്രകാരം മനസ്സിലാക്കിയാൽ മതിയാകും എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതോടൊപ്പം മാർക്സിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ദോഷവശങ്ങൾ, അതിൻ്റെ നന്മ എന്താണ്, അതിൻ്റെ തിന്മ എന്താണ് എന്നത് അവിടെ പറയുന്നുണ്ട്. പിന്നെ സാഹിത്യവും മനഃശാസ്ത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയേണ്ടതാണ്. ഏറ്റവും ഒടുവിലായിട്ട് പരിസ്ഥിതിയും ആധ്യാത്മികതയുമാണ്. അത് പരിസ്ഥിതി ആധ്യാത്മികതയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എക്കോ സ്പിരിച്വാലിറ്റി ഇന്നത്തെ ദൈവശാസ്ത്ര തലത്തിൽ വളരെ പ്രകടമായ ഒരു ശാഖയായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് പരിസ്ഥിതിയിലൂടെ ദൈവഭാവത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ആശയം. ഇതാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചിന്ത. വളരെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയായിരുന്നു. കുറെ കൂടെ നമ്മൾ വായിച്ചാൽ തന്നെ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുവാനായിട്ടുണ്ടെങ്കിൽ